ഏഷ്യ കപ്പ് 2023 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യൻ ടീം കിരീടം നേടിയതിന് പിന്നാലെ അരങ്ങേറിയ നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് ലോകത്ത് പുതിയ രാഷ്ട്രീയ കായിക തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. കിരീടം ഏറ്റുവാങ്ങാൻ വിജയികളായ ഇന്ത്യൻ ടീം വിസമ്മതിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. ട്രോഫി സമ്മാനിക്കാൻ എത്തിയ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ എന്ന നിലയിലുള്ള പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹ്സിൻ നഖ്വിയിൽ നിന്നാണ് ഇന്ത്യ ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. ഈ വിഷയത്തിൽ പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് താരം ബാസിദ് അലി ഇന്ത്യൻ ടീമിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. നഖ്വി ആകട്ടെ തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും മാപ്പ് പറയില്ലെന്നുമുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഈ സംഭവം കേവലം ഒരു കായിക പ്രശ്നത്തിനപ്പുറം ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അതിർവരമ്പുകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. പാകിസ്ഥാനിലെ ARY ന്യൂസ് ചാനലിലൂടെയാണ് മുൻ പാക് താരം ഇന്ത്യൻ ടീമിന്റെ നടപടിക്കെതിരെ ആഞ്ഞടിച്ചത്. ഇന്ത്യയുടെ കായിക മികവിനെ അംഗീകരിക്കുമ്പോൾ തന്നെ അവരുടെ പെരുമാറ്റത്തെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. ബാസിദ് അലിയുടെ പ്രധാന വിമർശനങ്ങളും ശ്രദ്ധേയമാണ്. കളിയിൽ ഇന്ത്യ തീർച്ചയായും നമ്പർ 1 ടീമാണ്, പക്ഷെ അവരുടെ പ്രവർത്തികൾ വെറും മൂന്നാം കിടയാണ്. ക്രിക്കറ്റിൽ വിജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് വിജയം ആഘോഷിക്കുന്ന രീതിയും കായികപരമായ മര്യാദകൾ പാലിക്കുന്നതെന്നും അദ്ദേഹം വാദിക്കുന്നു. വിജയികൾക്കുള്ള ട്രോഫി സമ്മാനിക്കേണ്ടത് പ്രോട്ടോകോൾ അനുസരിച്ച് ACC ചെയർമാനാണ്. ഇന്ത്യൻ ടീം അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചതിലൂടെ ലോകത്തിന് മുന്നിൽ അവർ സ്വയം അപമാനിക്കപ്പെടുകയാണ് ചെയ്തതെന്നും അലി തുറന്നടിച്ചു. ഇന്ത്യയുടെ നിലപാട് അനാവശ്യമായ ശാഠ്യമാണെന്നാണ് ബാസിദ് അലി വിശേഷിപ്പിച്ചത്. നിങ്ങൾ നമ്പർ 1 ടീമാണ്, നന്നായി കളിക്കുകയും വിജയിക്കുകയും ചെയ്തു, പക്ഷെ എന്തിനാണ് ഇത്രയും ശാഠ്യം? അദ്ദേഹം ചോദിക്കുന്നു. മൊഹ്സിൻ നഖ്വി ACC മേധാവിയായിട്ടാണ് ട്രോഫി സമ്മാനിക്കാൻ എത്തിയത്. അതുകൊണ്ട് തന്നെ ട്രോഫി സ്വീകരിക്കുന്നത് കായിക ധാർമ്മികതയുടെ ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സങ്കല്പം എന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തെ ഒരു ICC ടൂർണമെന്റുമായി താരതമ്യം ചെയ്തു. ജയ്ഷ ACC പ്രസിഡന്റ് ആയിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ പാകിസ്ഥാൻ വിസമ്മതിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? പാകിസ്ഥാൻ ടീം തെറ്റുകാരാകുമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നടപടി തെറ്റാണെന്നും അലി വാദിക്കുന്നു. ഈ നിലപാട് ആഗോള ക്രിക്കറ്റിന് തന്നെ മോശം മാതൃകയാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ടീമിന്റെ നടപടിയെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരികൊണ്ടിരിക്കെ താൻ BCCIയോട് മാപ്പ് പറഞ്ഞുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ PCB ചെയർമാൻ മൊഹ്സിൻ നഖ്വി തള്ളിക്കളഞ്ഞത് വിഷയത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു. ഞാൻ തെറ്റായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. BCCIയോട് ഞാൻ മാപ്പൊന്നും പറഞ്ഞിട്ടുമില്ല. ഒരിക്കലും അത് ചെയ്യാനും പോകുന്നില്ല. തന്റെ പ്രവൃത്തി പ്രോട്ടോകോൾ അനുസരിച്ചുള്ളതായിരുന്നെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ഫൈനൽ നടന്ന ദിവസം തന്നെ ട്രോഫി കൈമാറാൻ ACC പ്രസിഡന്റ് എന്ന നിലയിൽ താൻ തയ്യാറായിരുന്നുവെന്നും ഇപ്പോഴും അതിന് ഒരുക്കമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യൻ ടീമിന് കിരീടം ശരിക്കും വേണമെങ്കിൽ ACCയുടെ ഓഫീസിലേക്ക് സ്വാഗതമെന്നും അവിടെ വെച്ച് തന്നിൽ നിന്ന് ഏറ്റുവാങ്ങാമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ട്രോഫി വേദിയിൽ നിന്ന് എടുത്തുമാറ്റിയ നടപടിയെ അദ്ദേഹം ന്യായീകരിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തിന്റെ ഈ നിലപാട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധവും ഔദ്യോഗിക പ്രതിഷേധവുമാണ് സൂചിപ്പിക്കുന്നത്. ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടായിരിക്കെ ഒരു പാക് ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്റർ സ്വീകരിക്കുന്ന ഈ കടുത്ത നിലപാടും ശ്രദ്ധേയമാണ്. ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് പിന്നിൽ ഇന്ത്യ പാക് രാഷ്ട്രീയ ബന്ധത്തിലെ നിലവിലെ തർക്കങ്ങളാണ് പ്രധാന കാരണം. മൊഹ്സിൻ നഖ്വി പാകിസ്ഥാനിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി ക്രിക്കറ്റ് പരമ്പരകൾ നിർത്തലാക്കിയാലും ഇരു രാജ്യങ്ങളുടെയും ക്രിക്കറ്റ് ബോർഡുകൾ തമ്മിൽ നിലനിൽക്കുന്ന അതൃപ്തികളും ഈ ട്രോഫി വിവാദത്തിന് ആക്കം കൂട്ടി. പാകിസ്ഥാനുമായുള്ള രാഷ്ട്രീയപരമായ അകലം കായിക വേദികളിൽ പോലും പാലിക്കണമെന്ന കർശന നിലപാടാണ് BCCIക്കുള്ളത്. ഒരു പാക് രാഷ്ട്രീയ ഉദ്യോഗസ്ഥനിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നത് ആ രാജ്യവുമായുള്ള ബന്ധം സാധാരണ നിലയിലായെന്ന് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും അത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണസമിതി വിലയിരുത്തിയിരിക്കാം. ട്രോഫി വേദിയിൽ നിന്നും എടുത്തുമാറ്റിയ മൊഹ്സിൻ നഖ്വിയുടെ നടപടിക്കെതിരെ അടുത്ത ICC യോഗത്തിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ BCCI തയ്യാറെടുക്കുന്നുണ്ട്. ഇത് ക്രിക്കറ്റിലെ ഭരണസമിതികളിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ ഇനി രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ബാസിദ് അലി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു അന്താരാഷ്ട്ര കായിക ടൂർണമെന്റിൽ ട്രോഫി സമ്മാനിക്കുന്നതിലെ പ്രോട്ടോകോളുകളും കായികപരമായ മര്യാദകളും പാലിക്കേണ്ടത് പ്രധാനമാണ്. ട്രോഫി സമ്മാനിക്കുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കാതെ ACC ചെയർമാൻ എന്ന അദ്ദേഹത്തിന്റെ കായികപരമായ പദവിയെ അംഗീകരിക്കുന്നതായിരിക്കണമെന്ന വാദവും നിലനിൽക്കുന്നു. എന്നാൽ രാഷ്ട്രീയപരമായി കലുഷിതമായ ഈ ബന്ധത്തിൽ ഓരോ കായികപരമായ ഇടപെടലുകളും രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കത്തിൽ ഏഷ്യ കപ്പ് ഫൈനലിലെ ട്രോഫി വിവാദം ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യ കൈവരിച്ച വിജയത്തെക്കാൾ കൂടുതൽ ചർച്ചാ വിഷയമാക്കിയതും ഇന്ത്യ പാക് കായിക ബന്ധത്തിൽ രാഷ്ട്രീയം എത്രമാത്രം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. ബാസിദ് അലിയുടെ വിമർശനങ്ങളും നഖ്വിയുടെ വെല്ലുവിളികളും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ക്രിക്കറ്റ് നയതന്ത്രത്തിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കമാണ് തുറന്നു കാട്ടുന്നത്.